ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതംബരം കരവിരാജിത ശംഖ് ചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം ശരണം. ശ്രീമദ് നാരായണീയം ദശകം 24 പ്രഹ്ലാദ ചരിതം ശ്ലോകം 7. 6ാം ശ്ലോകത്തില് ഗുരുകുലത്തിൽ നിന്നും വെക്കേഷന് വന്ന തന്റെ പുത്രന്റെ മടിയിലിരുത്തി ഹിരണ്യകശിപു ചോദിക്കുന്നു, എന്താണ് മകനെ നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ, എന്താണ് ശ്രേഷ്ഠമായ പാഠം എന്ന് ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറയുന്നു, ഭഗവാന്റെ പാദപങ്കജങ്ങളിലുള്ള അചഞ്ചലമായ ഭക്തിയാണ് ഞാൻ പഠിച്ച പാഠം. അത് ഏതു തരത്തിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ. ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, ഈ 9 തരത്തിൽ ഭഗവാനെ സേവിച്ച് ആ പരമ കൈവല്യപ്രാപ്തി എത്തുകയാണ് എല്ലാ ജീവന്റെയും ആത്യന്തികമായ കർത്തവ്യം. അതുകൊണ്ട് എല്ലാ ജീവനും ധന്യതയെ പ്രാപിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേ കോപിച്ച് ജ്വലിച്ച ഹിരണ്യകശിപു ഈ കുട്ടിയെ ഇല്ലാതാക്കാനുള്ള വധ ഉപായങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതാണ് കഴിഞ്ഞ ശ്ലോകത്തിലെ പരാമർശം. അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളെ അത് ഭാഗവതത്തിൽ അവിടെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്, വളരെ ചുരുക്കി ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെ നമുക്ക് നോക്കാം. 7ാം ശ്ലോകത്തിൽ അങ്ങനെയുള്ള മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സശൂലേഹി അവിദ്ദ, മുറിച്ച് പറയുകയാണ്. മുറിച്ച് പറയുമ്പോൾ നമുക്കത് എഴുതിയെടുത്ത് വെച്ചാൽ നന്നായിരിക്കും. സശൂലേഹി അവിദ്ദ സുബഹു മതിദ ദിക് ഗജഗണേഹി മഹാസർപ്പേഹി ദംഷ്ട്ര അഭി അനശന ഗരാഹാര വിദുദഃ ഗരീന്ദ്രാഹ അവക്ഷിപ്ത അഭി ഹഹ പരമാത്മൻ ഐ വിഭോ ത്വയി നെസ്താത്മത്വാത്. ത്വയി നെസ്ത ആത്മത്വാത്, നെസ്ത ആത്മത്വാത് രണ്ടായിട്ട് പറയാം. നെസ്ത ആത്മത്വാത് കിമപി ന നിബീഡാം അഭജത. സ ശൂലേഹി ആവിദ്ധ സുബഹു മതിദ ദിഗ്ഗണൈഹി മഹാസർപ്പൈഹി ദംഷ്ട്രഃ അഭി അനശന ഗരാഹാര വിദുദഃ ഗിരീന്ദ്രാം അവക്ഷിപ്തഃ അഭി ഹഹ പരമാത്മൻ ഐ വിഭോ ത്വയി നസ്താത് ആത്മത്വാത് കിമപി ന നിപീഡം അഭജത. സശൂലേരാവിദ്ദ സുബഹു മതിദോ ദിഗ്ഗണൈഹീർ മഹാസർപ്പേ ദഷ്ടോഭ്യാശന ഗരാഹാര വിദുദഃ ഗിരീന്ദ്രാവക്ഷിപ്തോപ്യ ഹഹ പരമാനന്ദമയി വിഭോ ത്വയി നസ്താത്മത്വാ കിമപി ന നിപീഡാമഭജത. ശശൂലേരാവിദ്ദ സുബഹു മതിദോ ദിഗ്ഗണൈഹി മഹാസർപ്പേ ദഷ്ട്രോ അഭി അനശനഗരാഹാര വിദുദഃ ഗിരീന്ദ്രാം അവക്ഷിപ്തോപി ഹഹ പരമാനന്ദമയി വിഭോ ത്വയി നെസ്ത ആത്മത്വാ കിമപി ന പീഡാം അഭജത. അർത്ഥം കേട്ടാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കാൻ അർത്ഥം എന്ന് പറയാം. ഐ വിഭോ പരമാത്മൻ, പരമാത്മൻ ഐ വിഭോ, അത് മുറിച്ചെടുത്ത് 3ാമത്തെ വരിയിലെ അവസാനത്തെ പദം. ഐ വിഭോ പരമാത്മ, അല്ലയോ സർവശക്തനായ പരമാത്മാവായ ഗുരുവായൂരപ്പ വിഭോ, അവിടുന്ന് പരമാത്മാവേ, ഭഗവാനെ അഭിസംബോധനയാണ്. ഐ വിഭോ പരമാത്മൻ, അല്ലയോ പരമാത്മാവായ സർവശക്തനായ വിഭുവും പ്രഭുവുമായ ഗുരുവായൂരപ്പ, അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ, എങ്കിലും പറയുകയാണെന്ന് അർത്ഥത്തില്ല. പരമാത്മൻ ഭഗവാനെ അഭിസംബോധനയാണ്. സ അവൻ, ഈ പ്രഹ്ലാദൻ, സുബഹു, സുബഹു ബഹുത്തരങ്ങളായ പല മാർഗത്തിൽ, സുബഹു പല പ്രാവശ്യം, സുബഹു
അനേകം പ്രാവശ്യം. ശൂലേഹി, ശൂലങ്ങളാൽ, ആവിധക, പിളർക്കപ്പെട്ടു, ശൂലം കൊണ്ട് കുത്തി പിളർന്നു. ആ ആവിധക അഭി, ആവിധക പിളർക്കപ്പെട്ടു എങ്കിലും അഭി ഐ വിഭോ പരമാത്മം സ സുബഹു ശൂലേഹി ആവിധക അഭി, അങ്ങനെ പിളർക്കപ്പെട്ടവനാണ് ആയിട്ടും എന്തെല്ലാം ചെയ്യുന്നു? ഒരുമിച്ച് ഒറ്റ സെന്റൻസ് ആയിട്ടായി പറയുന്നത്. ദിഗ്ഗജഗണേ, ദിഗ്ഗജ സമൂഹത്താൽ, ദിഗ്ഗജങ്ങള് വളരെ ക്രൂര സ്വഭാവമുള്ള ഗണങ്ങളാണ്, പിന്നെ ആനകളാണ്. ദിഗ്ഗജ സമൂഹത്താൽ, ദിഗ്ഗജങ്ങളാൽ മതിതക, മതിതം മതനം ചെയ്യുക, മതിതം ചവിട്ടി അരയ്ക്കുക, മർദ്ദിക്കുക, ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടും ദിഗ്ഗജഗണേഹി മതിതഹാവി, ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടും മഹാസർപ്പേഹി, അത്യധികം ക്രൂരവിഷങ്ങളുള്ള മഹാസർപ്പങ്ങളാൽ ദംഷ്ട്രഹ അഭി, കടിപ്പിക്കപ്പെട്ടിട്ടും കൊത്തിച്ചിട്ടും അനശനൻ, അനശനൻ ഭക്ഷണം കൊടുക്കാതെ, അനശനൻ ആഹാരം കൊടുക്കാതെ പട്ടിണിക്കിട്ടിട്ടും ഗരാഹാരം, ഗരാഹാര വിദുതക, ഗരാഹാരം വിഷാന്നം വിദുതക നൽകപ്പെട്ടിട്ടും അഭി, അങ്ങനെ വിദുതക അഭി, അങ്ങനെ നൽകപ്പെട്ടിട്ടും ഗിരീന്ദ്രാം അവക്ഷിപ്ത, വളരെ ഉയർന്ന പർവ്വതങ്ങളില് താഴേക്ക്, വലിയ കൊക്കയിലേക്ക്, കുഴിയിലേക്ക്, കിടങ്ങളിലേക്ക് അവക്ഷിപ്ത തള്ളിയിട്ടിട്ടും, മേളിൽ നിന്ന് തള്ളിയിട്ടിട്ടും എറിയപ്പെട്ടിട്ടും വലിയ ഗർത്തങ്ങളിലേക്ക് എറിഞ്ഞിട്ടും തൊയ് നെസ്ത, അങ്ങയിൽ നശിക്കപ്പെട്ട, അങ്ങയിൽ സമർപ്പിക്കപ്പെട്ട ആത്മത്വാത്, ആത്മാവ് ആയതിനാൽ, പൂർണ്ണമായിട്ടും അങ്ങയിലേക്ക് പരിപൂർണ ശരണാഗതി പ്രാപിച്ചവനായതിനാൽ തൊയ് നെസ്ത ആത്മത്വാത് നിപീഡാം, ഈ തരത്തിലുള്ള പീഡകളെ കീമവി ഒട്ടും ന അഫജത, ഒന്നും അനുഭവിക്കുകയുണ്ടായില്ല. അഹഹ അഹഹ, ആശ്ചര്യം ആശ്ചര്യം, അഹഹ ആശ്ചര്യം ആശ്ചര്യം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം, നമുക്കറിയാവുന്നതാണ്. പല തവണകളില് പല പ്രാവശ്യം ശൂലങ്ങളാൽ പിറക്കപ്പെടാൻ ശ്രമിച്ചു, അവിടെ ഈശ്വരൻ രക്ഷിച്ചു. ദിഗ്ഗജഗണം കൊണ്ട് ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ചു, അവിടെയും ഒന്നും ഒരു പുറല് പോലും ഏൽക്കാതെ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു. മഹാസർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ചു, ആഹാരം കൊടുക്കാതെ പട്ടിണിക്കിട്ടു, വിഷാഹാരം കൊടുത്തു, വലിയ കുന്നുകളുടെ മുകളിൽ നിന്നും അതിഗർത്തങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എങ്കിലും ഭഗവാനെ, അവിടത്തേക്ക് പൂർണ്ണമായിട്ടും അവിടെ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി അവനെ ഈ പീഡകളൊന്നും ബാധിച്ചില്ല. എന്താണ്? ബ്രഹ്മവത് ബ്രഹ്മൈവ ഭവതിന, ഈശ്വരനെ സർവത്ര കാണുന്ന ആൾക്ക് എല്ലാം ഈശ്വരനായി മാറും, അല്ലെ? ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മവിത്തായി തീർന്നിരിക്കുന്നു, സ്ഥിതപ്രചന്ധം കിട്ടിയിരിക്കുന്നു, എല്ലായിടത്തും ഈശ്വരനെ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് ഈ പ്രഹ്ലാദൻ മാറിയിരിക്കുന്നു. അപ്പം ഈശ്വരന്റെ കരങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായ സുരക്ഷിതനുമായിരിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്ക് കഥകൾ അറിയാവുന്നതാണ്, വായിക്കാൻ പഠിക്കാം, പഠിച്ചിട്ട് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശശൂലേരാവിദ്ധ സുബഹു മതിതോ ദിഗ്ഗജഗണേർ മഹാസർപ്പേ ദംഷ്ട്ര അഭി അനശന ഗരാഹാര വിദുത ഗിരീന്ദ്രാം അവക്ഷിപ്ത അഭി അഹഹ പരമാനന്ദമയി വിഭോ ത്വയിനസ്താത്മത്വാകിമവിന നിബീഡാം അഭജത. ശൂലേഹി ആവിദ്ധ സുബഹു മതിത ദിഗ്ഗണേഹി മഹാസർപ്പേ ദംഷ്ട അഭി അനശന ഗരാഹാര വിദുത ഗിരീന്ദ്രം അവക്ഷിപ്ത അഭി അഹഹ പരമാനന്ദമയി വിഭോ ത്വയി നെസ്ത ആത്മത്വാത് കിമപി ന നിബീഡാം അഭജത. വാക്കുകളുടെ അർത്ഥം അറിയാമായിരിക്കും അല്ലെ? ശശൂലേരാവിദ്ധ സുബഹുമതിദോ ദിഗ്ഗജഗണേർ മഹാസർപ്പേ ദംഷ്ടോ അപി അനശനഗരാഹാര വിദുത ഗിരീന്ദ്രാം അവക്ഷിപ്തോവി അഹഹ പരമാനന്ദമയി വിഭോ ത്വയിനസ്താത്മത്വാകിമപി ന നിബീഡാം അഭജത. അടുത്തത് 8ാമത്തെ ശ്ലോകം. നമുക്കത് വായിക്കാൻ പഠിക്കാം. എന്നിട്ട് തദശങ്കാവിഷ്ടസ പുനരതിദുഷ്ടോസ്യ ജനക ഗുരുക്ത്യാ തദ്ഗേഹേ കില വർണപാശൈഹി തം അരുണത് ഗുരോഹോ ച അസാന്നിധ്യേ ച പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവത്സക്തേ തത്വം പരമവിജ്ഞാനമസിഷത്. തദ ശങ്കാവിഷ്ട, ശങ്ക
ആവിഷ്ടക സ പുനഃ അതിദുഷ്ടഃ അസ്യ ജനകോ ഗുരുഃ ഉക്തിയ ഗുരുഃ ഉക്തിയ തദ്ഗേഹേ കില വരുണപാശൈഹി തം അരുണത്. കുറിച്ച് വായിക്കാൻ ശ്രദ്ധിച്ചാൽ മതി, ബുക്ക് എടുത്ത് നോക്കിയിരുന്നാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. വരുണപാശൈഹി തം അരുണത് ഗുരോഹോ ച അസാന്നിധ്യേ സ പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഫവത് ഭക്തേഹേ തത്വം ഭവത് ഭക്തേഹേ തത്വം പരമമവി വിജ്ഞാനം അശിഷത് തദശങ്കാവിഷ്ടസ പുനരരിദുഷ്ടോസ്യ ജനകോ ഗുരുപ്യാ തദ്ഗേഹേ കില ഭരണവാശേഹി അരുണത് ഗുരുച്ച സാന്നിധ്യേ സ പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവേത് ഭക്തേ തത്വം പരമവിജ്ഞാനമശിഷത് തദശങ്കാവിഷ്ടസ പുനരരിദുഷ്ടോസ്യ ജനകോ ഗുരുപ്യാ തദ്ഗേഹേ കില വരുണപാശേഹി തം അരുണത് ഗുരുച്ച സാന്നിധ്യേ ച പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവേത് ഭക്തേ തത്വം പരമവിജ്ഞാനമശിഷത്. അതിദുഷ്ടക സ അസ്യ ജനക, അതിദുഷ്ടനായ അതിനിഷ്ഠൂരനായ സ അസ്യ ജനക, ആ പ്രഹ്ലാദന്റെ അച്ഛൻ, അസ്യ ജനക, ആ പ്രഹ്ലാദന്റെ ജനകനായ ആ ഹിരണ്യകശിപു തഥാ ശങ്കാവിഷ്ടക, ശങ്കിതനായി തീർന്നു. എന്താണ്? താൻ എന്തെല്ലാം തരത്തിലേക്ക് ശ്രമിച്ചെന്നൊക്കെ ഈ പ്രഹ്ലാദനെ കൊല്ലാൻ സാധിക്കുന്നില്ല. മഹാസർപ്പങ്ങളെ കൊണ്ട് ദംശിച്ചു, വിഷവേറ്റില്ല. ദിഗ്ഗജങ്ങളെ കൊണ്ട് ചവിട്ടി മെതിച്ചു, എന്നിട്ടൊരു പോറലില്ലാതെ എണീറ്റ് വന്നു. വലിയ ആഴത്തുള്ള കിടങ്ങുകളിലേക്ക് എറിഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ശൂലം കൊണ്ട് കുത്തി പിളർന്നു, ആഹെ ഒന്നും അനക്കമില്ല. എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലാതെ ആലോചിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പോഴത്തേക്ക് ഒരു നിർദ്ദേശം വന്നു. ആ ഗുരുക്കന്മാര്, ചണ്ടാമക്കന്മാര് നിർദ്ദേശിച്ചു, ഭരണഭാഷം കൊണ്ട് ബന്ധിക്കാം. ഭരണഭാഷം കൊണ്ട് ബന്ധിച്ചാൽ അവൻ എവിടെ ബന്ധിച്ചോടത്തങ്ങ് ഇടാ അവനെ. അവിടെ കിടന്നവൻ കഷ്ടപ്പെട്ട് ആഹാരം കൊടുക്കാതിരുന്ന പതുക്കെ മരിച്ചോളൂല്ലോ, അല്ലേ? പ്രായോപവേശം വെച്ചാല് പട്ടിണി കിടന്ന് മരിച്ചോളൂ, അങ്ങോട്ട് കെട്ടിയിടാൻ തീരുമാനിച്ച് ഭരണഭാഷം കൊണ്ട് ബന്ധിച്ച് ഈ ഗുരുവിന്റെ ഗ്രഹത്തിലേക്ക് ഇട്ടു. അവിടെ എന്താ സംഭവിച്ചത്? ഇട്ടു. ഈ ഗുരുക്കന്മാരെന്തോ അടുത്ത ഒരു സ്ഥലത്തേക്ക് സന്ദർശനത്തിന് പോയി. അവരുടെ അസാന്നിധ്യമായപ്പോഴേ ഗുരുക്കന്മാര് അവിടെ ഇല്ലാത്തപ്പോൾ മറ്റു കുട്ടികൾ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ അഴിച്ചു വിട്ടിട്ട് സ്വതന്ത്രനാക്കാൻ, നമുക്ക് ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്, കുട്ടികളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ്, കൊച്ചുകുട്ടിയല്ലേ ഇത്. ഇവിടെ പ്രഹ്ലാദൻ അവരെ ഉപദേശിച്ചു, പാടില്ല, നമ്മൾ ഗുരുനിന്ദ ചെയ്യരുത്, നമ്മൾ അങ്ങനെ കള്ളത്തരത്തിൽ കൂടി മോചിപ്പിക്കപ്പെടരുത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആചാര്യൻ, നിങ്ങൾ ശിഷ്യനുമായിട്ടിരിക്കാൻ, ഞാൻ പഠിപ്പിക്കാൻ, നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടോളാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയ അവസരം കൊണ്ട് ഭഗവാന്റെ മഹിമ മുഴുവനും പഠിപ്പിച്ച്, അപ്പം നേരത്തെ പറഞ്ഞ നവവിധ ഭക്തികളും പഠിപ്പിച്ചു, ഇല്ലേ? കീർത്തനാലാപനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഇവരെല്ലാം ഭഗവാന്റെ മാർഗത്തിലേക്ക്, ദേവായനത്തിലേക്ക്, ദേവന്റെ മാർഗത്തിലേക്ക്, സത്യത്തിന്റെ മാർഗത്തിലേക്ക് ദേവൻ തിരിച്ചു വിട്ടു. അവരെങ്ങനെ ഭഗവാന്റെ ഭക്തികളും പാടി നടക്കാൻ തുടങ്ങി. അസുരബാലന്മാരെല്ലാം അവർക്ക് മോക്ഷോപായം, അല്ലെ? മോക്ഷത്തിനും ജ്ഞാനത്തിനും ഒക്കെ ഉള്ള മാർഗങ്ങളെ, ജ്ഞാനവൈരാഗ്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങളും ഭക്തിയുടെ മഹിമ വർദ്ധിക്കുന്ന മാർഗങ്ങളൊക്കെ പ്രഹ്ലാദൻ ഉപദേശിച്ച് പഠിപ്പിച്ച് അവരെ പ്രബുദ്ധരാക്കി. ഇതാണ് ഈ ശ്ലോകത്തിലെ പരാമർശ വിഷയം. തഥാ ശങ്കാവിഷ്ടസ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുപ്യാ തദ്ഗേഹേ കില വരുണപാശേഹി തം അരുണത് ഗുരോച്ചോ അസാന്നിധ്യേ ച പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവേത് ഭക്തേ തം തത്വം പരമവി വിജ്ഞാനമശിഷത്. അതിദുഷ്ടകാസ അസ്യ ജനക, അതിദുഷ്ടനായ ഈ പിതാവ്, ഈ പ്രഹ്ലാദന്റെ ജനകൻ ആയ ഹിരണ്യകശിപു തഥാ, അപ്പോഴേ ഈ ശങ്കാവിഷ്ട, തഥ എന്ന് പറയുമ്പോൾ ഇവിടെ വധ ഉപായങ്ങളൊക്കെ പരാജയപ്പെട്ടത് കണ്ടിട്ട് ശങ്കാവിഷ്ടനായി തീർന്നു. ശങ്കിച്ച് ഇനി എന്താ ചെയ്യുക, എന്തെല്ലാം മാർഗം നോക്കി, അവൻ മരിക്കുന്നില്ല, ഇനി എന്താ ചെയ്യുക എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ പിന്നീട് ഗുരുവചനം അനുസരിച്ച് തദ്ഗ്രഹേ, ഗുരുഗ്രഹത്തില് ഈ പാഠശാലയോട് ചേർന്ന് തന്നെ, ഗുരുകുലത്തോട് ചേർന്ന് തന്നെ ഭരണഭാഷേഹി തം, ഭരണഭാഷ്യങ്ങളെ കൊണ്ട് അവനെ അരുണതക്കില്ല, ബന്ധിച്ചു പോലും. എന്നുവെച്ചാൽ ഭഗവാന്റെ ഭക്തനെ ആർക്ക് ബന്ധിക്കാൻ സാധിക്കും എന്നൊരു അതിശയമാണ് മേൽപ്പത്തൂർ പറഞ്ഞത്. ബന്ധിച്ചു പോലും.
അപ്പം ബന്ധനത്തിൽ കിടക്കുന്നതായിട്ട് അദ്ദേഹം ആ ബന്ധനം അനുസരിച്ചു. അത് മാത്രമേ ഉള്ളൂ. പുനഃ ഗുരുദ്യ തർഗേഹേ ഭരണഭാഷയ്ക്ക് തം അരുണതകില്ല. ഭരണഭാഷയങ്ങളെ കൊണ്ട് അവരെ ബന്ധിച്ചു പോലും. സജ ഗുരോഹോ അസാന്നിധ്യേ, ഈ സ ച അവനാകട്ടെ ഗുരുവോഹോ അസാന്നിധ്യം, ഗുരുവിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ, ഗുരുവിന്റെ അസാന്നിധ്യത്തിൽ, ഗുരു സ്ഥലത്തില്ലാത്തപ്പോൾ, അനുഗാൻ ദൈത്യതന, അനുഗാൻ അനുഗമിക്കുന്ന ദൈത്യതനയാൻ, അനുഗാൻ തന്നെ അനുഗമിക്കുന്ന, തന്റെ അടുത്ത് വന്നു ചേർന്നായിരിക്കുന്ന, തന്നെ അനുഗമിച്ച് വന്നിരിക്കുന്ന, അതിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന ദൈത്യതനയാൻ അസുര ബാലന്മാരോട്, അസുര കുട്ടികളുടെ കൂട്ടുകാരോട്, പുനഃ വീണ്ടും ഭവത് ഭക്തേഹേ, അങ്ങയുടെ ഭക്തിയുടെ തത്വം, അങ്ങയുടെ ഭക്തിയുടെ മഹിമയും ജ്ഞാനവൈരാഗ്യങ്ങൾ സിദ്ധിക്കുന്ന കാര്യങ്ങളും എല്ലാം, അല്ലേ, മോക്ഷോപായം എല്ലാം, തത്വം പരമം വിജ്ഞാനം, പരമമായ വിജ്ഞാനം, മോക്ഷോപായങ്ങള്, പരമ കൈവല്യപ്രാപ്തിയിലേക്ക് എത്തുന്ന മാർഗങ്ങളൊക്കെ ആശിഷത് പഠിപ്പിച്ചു. ആ സമയം കൊണ്ട് ആചാര്യസ്ഥാനത്തിരുന്നുകൊണ്ട് പ്രഹ്ലാദൻ അവരെല്ലാം പഠിപ്പിച്ച് അവരെയൊക്കെ പ്രബുദ്ധരാക്കി. ഇത് നമുക്ക് ഭാഗവതം പഠിക്കുമ്പോഴേ സപ്തമസ്കന്ധത്തിൽ 6-7 അധ്യായങ്ങളിൽ ഈ ക്ലാസ് ഇദ്ദേഹം ആചാര്യനായിട്ടിരുന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാം. അത് മറ്റൊരു ഗീതോപദേശമായിട്ട് പ്രഹ്ലാദ ഗീത എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പേര് കൊടുത്ത് പഠിച്ചു വെക്കാൻ ഒക്കുന്നതാണ്. ഭഗവത്ഗീതയുടെ ഒരു ആവർത്തനം തന്നെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. തദശങ്കാവിഷ്ടസ്സ പുനരതിദുഷ്ടസ്യ ജനകോ ഗുരുത്യാ തദ്ഗേഹേ കില പരുണപാശൈഹി തം അരുണത് ഗുരുച്ഛസാനിധ്യേ സ പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവത്ഭക്തേ തത്വം പരമമൈ വിജ്ഞാനമശിഷത്. മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നമുക്ക് അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ മതിയാവുമല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.